ഹായ് ഗേസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ലിസോ. ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ വീഡിയോ കാണുന്നെങ്കിൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഗേസ്, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വയ്യാണ്ടായ ഏഴാറ്റപ്പൻ ഗണപതി എന്ന് പറഞ്ഞ ആനയാണത്. അന്ന് വയ്യാണ്ടായ അന്ന് ഞാൻ ഒരു 6 മണി 6:30 സമയത്ത് ആനേനെ കണ്ടിരുന്നു. അപ്പോൾ എടുത്ത വീഡിയോ ആണത്. ആള് തീരെ വയ്യാണ്ടാണ് നിൽക്കണത്. ആൾ കുറേ നേരം മുമ്പ് പുഴയിൽ നിന്ന് കയറി വന്ന് നിൽക്കുന്നതാണ്. കുറേ നേരമായിട്ട് കിടക്കുകയായിരുന്നു. കുറേ നേരം കിടന്നു കഴിഞ്ഞ് ആൾക്കാരൊക്കെ കൂടണ കണ്ടപ്പോൾ ആളൊന്ന് എഴുന്നേറ്റു. പക്ഷെ ആൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നടക്കാനൊന്നും പറ്റണമെന്നില്ല. ആൾ അവിടെ തന്നെയാണ് നിൽക്കണത്. ഇപ്പോൾ കുറേ നേരമായി ഞാനും അതുപോലെ തന്നെ ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ നോക്കി നിൽക്കാൻ തുടങ്ങിയിട്ട് ആൾ അനക്കില്ല. റോഡിൻ്റെ തൊട്ട് സൈഡിൽ തന്നെയാട്ടോ ആന നിൽക്കണത്. അതുപോലെ തന്നെ പുഴയുടെ സൈഡിലും. റോട്ടിൽ നിന്ന് കുറച്ച് ദൂരം മാത്രമുള്ള പുഴയിലേക്ക് ആൾ ഇവിടെ പറഞ്ഞു കേട്ടത് ഒരു 1.5-2 മണിക്കൂറായിട്ട് ഇവിടെ തന്നെ നിൽപ്പാണെന്നാണ്. അപ്പോൾ ഫോറസ്റ്റുകാരും ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നേരം ഇരുട്ടായി തുടങ്ങിയപ്പോഴേക്കും ഞാൻ വീട്ടിലേക്ക് പോന്നു. അത് കഴിഞ്ഞ് എനിക്ക് അത്യാവശ്യമായിട്ടൊരു സ്ഥലങ്ങളിലേക്ക് പോകാണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ നമ്മുടെ ഗണപതിനെ വീണ്ടും കാണുന്നത്. നമ്മുടെ തൊട്ടടുത്ത് വെച്ചിട്ട് തന്നെയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഗണപതി ആനനെ കണ്ടപ്പോൾ നല്ല സങ്കടം തോന്നിയിരുന്നു. എങ്കിലും ഇപ്പോൾ ആൾ നല്ല ഉഷാറായിട്ട് നടക്കുന്നത് കാണുമ്പോൾ നല്ല സന്തോഷമുണ്ട്. ആൾ ഫുഡൊക്കെ കഴിച്ച് തുടങ്ങിയിട്ടുണ്ട്. ആൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും നമ്മുടെ കാഴ്ചയിൽ കാണുന്നില്ല. ഇനി ബാക്കി കാര്യങ്ങളൊന്നും എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. അപ്പോൾ ഞാൻ ഇന്നാണ് കുറച്ച് സ്ഥലങ്ങളൊക്കെ പോയിട്ട് ഇന്നാണ് എത്തിയത് വെളുപ്പിന്. അപ്പോൾ ഇന്ന് വൈകുന്നേരമാണ് നമ്മൾ ഇപ്പോൾ ഈ കാണുന്ന കാഴ്ച. വൈകുന്നേരം അത്യാവശ്യം ആൾ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. ഇവിടെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ കാണാനായിട്ട്. ആൾക്കാരൊന്നും കാണാനൊന്നുമില്ല. റോഡ് സൈഡിൽ തന്നെയാണ് നിൽക്കുന്നത്. ഞാൻ വേറൊരു വഴിക്ക് പോയപ്പോൾ കണ്ടതാണ് നമ്മുടെ ഈ ഗണപതി ആനനെ. അപ്പോൾ ആൾ നല്ല ഉഷാറൊക്കെ ആയിട്ട് ചെളിയിൽ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെളി വാരി ആൾ മേത്തേക്ക് എറിയുന്നതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് തന്നെ ആൾ ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഗണപതി ആന കുറേ നേരം മേത്തൊക്കെ ചെളി വാരി എറിഞ്ഞതിന് ശേഷം ആൾ റോട്ടിലേക്ക് പയ്യെ കയറി. റോട്ടിലേക്ക് കയറിയ ആൾ ഒരു 100-150 മീറ്ററോളം നടന്നു വന്നു കേട്ടോ. ഞാനപ്പോൾ തൊട്ടടുത്തായിരുന്നുകൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്ന് പയ്യെ മാറി. കാരണം നമ്മൾ അടുത്ത് നിൽക്കുന്നത് അത്ര ശരിയല്ലല്ലോ ആനയുടെ. അതുകൊണ്ട് തന്നെ ആനയുടെ അവിടെ നിന്ന് കുറച്ച് മാറി നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ആൾ കയറിയത് വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ കയറിയതിന് ശേഷം ആൾ റോട്ടിൽ കൂടെ തന്നെ വന്ന് തൊട്ടപ്പുറത്തുള്ള ഒരു എന്താ പറയുക, ഒരു ചെളിക്കുണ്ടിലിറങ്ങി. ഒരു ചെറിയൊരു എണ്ണപ്പന നിൽക്കുന്നുണ്ട്. ആ എണ്ണപ്പനയുടെയും ആ പറഞ്ഞ ഇടയിൽ നിന്ന് ആൾ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറങ്ങിയതിന് ശേഷം ആൾ തുമ്പിക്കൈയൊക്കെ മുകളിലേക്ക് ഉയർത്തി നമ്മുടെ എണ്ണപ്പനയുടെ ഇല താഴത്തേക്ക് വലിച്ചു പിടിക്കുന്നുണ്ട് കേട്ടോ. ആൾ എണ്ണപ്പനയുടെ ഇലയൊക്കെ വലിച്ചു പിടിച്ച് തിന്നാനുള്ള പരിപാടിയാണ് കാണുന്നത് നമ്മൾ. അപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെ നോക്കി നിന്നു. ആൾ എണ്ണപ്പനയുടെ ഇലയൊക്കെ തിന്നണത് നോക്കി. നമ്മുടെ ഗണപതി ആനയ്ക്ക് എണ്ണപ്പനയുടെ ഇല എത്താത്തതുകൊണ്ടാണോന്ന് അറിയില്ല. ആൾ എണ്ണപ്പന മറയ്ക്കാന്നാണ് കാണുന്നത്. ആൾ എണ്ണപ്പന മറയ്ക്കാനായിട്ട് ആൾ നല്ല ഉഷാർ തന്നെയാണെന്നിട്ട് തോന്നണേ. വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലെന്ന് നമ്മുടെ കാഴ്ചയിൽ തോന്നുന്നതാണ്. എന്താണ് എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. എങ്കിലും ആൾ നല്ല ഉഷാറായിട്ട് തന്നെ എണ്ണപ്പന മറയ്ക്കുന്നതായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു ചെളിക്കുണ്ടിലാണ് ഈ എണ്ണപ്പന നിൽക്കുന്നത് കേട്ടോ. കറക്റ്റ് നമ്മുടെ റോഡിന് മുകളിലൊന്നുമല്ല, ഒരു ചെളിക്കുണ്ട് പോലത്തെ ഒരു ഏരിയയിലാണ് ഈ എണ്ണപ്പന നിൽക്കുന്നത്. അവിടെ അധികം എണ്ണപ്പനയൊന്നും ഇല്ല, ആകെ 1-2 എണ്ണപ്പനകൾ മാത്രമേ ഉള്ളൂ. ആൾ കുറച്ച് നേരം അത് ട്രൈ ചെയ്തിട്ട് ആൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി നടക്കുകയാണ് നമ്മുടെ ആന. എന്തായാലും ആൾ മറിക്കുന്ന പോലെ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. അപ്പോൾ കേസ്, കുറച്ച് നേരത്തെ പരിശ്രമത്തിന് ശേഷം നമ്മുടെ ഏഴാറ്റവും ഗണപതി ആന നമ്മുടെ എണ്ണപ്പന മറച്ചിട്ടുണ്ട്. എണ്ണപ്പന മറിച്ച് ഇനി ആൾ ഇല തിന്നാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഞാൻ അധികം നേരം വെയിറ്റ് ചെയ്തില്ല, നേരം വൈകുന്നുണ്ട്. ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ കേസ്, ഇതുപോലുള്ള ആനകളുടെ പുതിയ വീഡിയോകൾ കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് അടിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.